കരിങ്കുരങ്ങ പോടാ അവിടുന്ന്. എന്താടാ നോക്കുന്നേ? പോടാ. അയ്യോ എന്റെ അമ്മോ. ഇവൻ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അയ്യോ നിന്നെക്കാൾ അധികമായിട്ട് എനിക്ക് ഇവനെ കുറിച്ച് അറിയാം. എടാ അത് എന്റേതാടാ. കുഴപ്പമില്ല, എന്റെ സൈസിൽ വാങ്ങിയതാ. എല്ലാം ഒരു സൈസ് തന്നെ. താങ്ക് യു ഡാർലിംഗ്. ഇരിക്കേ. ഇതാ നോക്ക്, എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരുന്നോണം കേട്ടല്ലോ. എല്ലാം ഇവിടെ വലിച്ചു വാരി ഇടരുത്. പിന്നെ ആ തെണ്ടി പിള്ളേരുടെ കൂടെ ചേരരുത്. ഓക്കെ, ഹൈ ഫൈ ഹൈ ഫൈ. അയ്യോ അവന്റെ ഒരു സ്നേഹം. ഹലോ, ടിക്കറ്റ് എടുക്കാത്തവരെല്ലാം ടിക്കറ്റ് എടുക്കണം. ചെക്കിങ് വന്നാൽ എല്ലാവരും കൊടുക്കും. പിന്നെ ആവശ്യമില്ലാത്ത ഫൈൻ അടക്കേണ്ടി വരും. സഹോദരൻ അത് വാങ്ങിക്കേ. ചേട്ടാ ഒരു MG റോഡ്. ചേട്ടാ ഗാന്ധി മാർക്കറ്റ്. എത്ര? രണ്ടാണോ? ആ മുന്നിലുള്ളവരൊക്കെ ടിക്കറ്റ് എടുക്കണേ. ചേട്ടാ ഒരു കളക്ടറേറ്റ്. അനിയ സാർ ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് കിട്ടിയില്ല. ഇപ്പൊ വാങ്ങിത്തരാം. ഇപ്പൊ തരും, ഒന്ന് വെയിറ്റ് ചെയ്യും. ആ ടിക്കറ്റ് എടുക്കാത്തവരൊക്കെ ടിക്കറ്റ് എടുക്കണേ വേഗം. സാറേ ചില്ലറ ഇട്ടിട്ടില്ല. തള്ളാതെ അങ്ങോട്ട് നീങ്ങി നിൽക്കും. അതെ, 500 രൂപ കൊടുത്തിട്ട് ടിക്കറ്റും കിട്ടിയില്ല, ചില്ലറയും കിട്ടിയില്ല. അയാളോടെ പോയി. ചേട്ടാ ഒരു റെയിൽവേ സ്റ്റേഷൻ. ജനറൽ ഹോസ്പിറ്റൽ. ചേട്ടാ ബേബി ഹോസ്പിറ്റൽ. 7 to 9 ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി അടുത്ത് ഇവിടെ ആരും ഇല്ലേ? പറയേ. ഭയങ്കര തലവേദന, കൈകാലിനൊക്കെ ഭയങ്കര വേദനയാ. വയറ്റിന്റെ അകത്തും ചെറിയൊരു വേദന. ഡോക്ടറെ കാണാൻ പാടില്ലേ? ഡോക്ടറിനെക്കാളും മോൻ തരുന്നതാ വേഗം ഗുണാകുന്നേ. ശരി നിക്ക്. വരട്ടെ മോനെ. ശരി ചേച്ചി. ഒരു ജലൂസൽ, ഒരു PSR, ഡോളോ 650 2 ബോക്സ്, പിന്നെ ഡോളോ 250 ഒരു കോഫ് സിറപ്പ്, പിന്നെ അതുകൂടാതെ അനിയ എന്താ വേണ്ട? എന്താന്ന് പറയടാ. ചേട്ടാ മൂഡ്സ് 2 പാക്കറ്റ് വേണം എനിക്ക്. അല്ല നീ നമ്മുടെ ദേവകി ടീച്ചറിന്റെ മോനല്ലേ? ചേട്ടാ ആരോടും പറയില്ല ചേട്ടാ, പ്ലീസ് ചേട്ടാ. ഞങ്ങളൊക്കെ വീട്ടിൽ ആളില്ലെങ്കിൽ ഒരു ക്വാർട്ടർ അടിക്കാൻ ആലോചിക്കുന്നത്. നീയൊക്കെ മാറ്റർ ലെവലിലാണല്ലോ ആലോചിക്കുന്നത്. ശരി 500 രൂപ എടുക്ക്. 500 രൂപയോ? ഇവിടെ ഒരു പാക്കറ്റിന് 500 രൂപ, 2 പാക്കറ്റ് ആണെങ്കിൽ 1000 രൂപ ഉണ്ടെങ്കിൽ തന്നാ മതി. അല്ലെങ്കിൽ നിന്റെ അമ്മയടുത്ത് പറഞ്ഞിട്ടേ മോൻ കാണ്ടം വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചോളാം. പയ്ക്കോ. ചേട്ടാ വേണ്ട ചേട്ടാ, 500 രൂപയുള്ളൂ ചേട്ടാ. ശരി എന്നാ ഒന്ന് വാങ്ങിച്ചാൽ മതി. ഇനി ആവശ്യം വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാങ്ങിച്ചോ കേട്ടല്ലോ. ഇനി ഇങ്ങോട്ട് ഞാൻ വരികയില്ലല്ലോ. ആവശ്യം വരൂടാ. കവറിലിട്ടോണ്ട് പോടാ, അല്ലെങ്കിൽ ആരെങ്കിലും കാണും. ചേട്ടന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ചേട്ടൻ അറിയില്ലേ 4 മണിയായി, ഞാൻ അപ്പൊ പോകും. വീട്ടിൽ കുറച്ച് പ്രശ്നം ലേറ്റ് ആയി പോയടേ. ശരി കളക്ഷൻ മുഴുവൻ അവിടെ ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോ. ഇവന്റെ ഒരു കാര്യം 6 മണി വരെ വർക്ക് ചെയ്യടാ. പൈസ കുറച്ച് കൂട്ടിത്തരാന്ന് പറഞ്ഞാലും കേൾക്കില്ലല്ലോ. ഇവൻ എവിടെയായി പോകുന്നത്? വന്നേ ഇരിക്കേ. എന്താ പ്രശ്നം പറയേ. നടന്ന ഉടനെ ശ്വാസം മുട്ടുന്നു, ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുന്നുണ്ട്, പിന്നെ നെഞ്ചുവേദനയും. സർ ഞാൻ ഈ തലവേദന, ചുമ, വയറ്റുവേദന ഇത് മാത്രമേ നോക്കുള്ളൂ. എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ നിങ്ങൾക്ക് എന്തോ വലിയ രോഗമെന്നാ. നിങ്ങൾ പോയി വലിയ ഡോക്ടറിനെ കാണാം. അത്രയ്ക്കൊന്നും കാശില്ല ഡോക്ടറെ. ഒരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. പെണ്ണുമ്പിള്ളയാണെങ്കിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ജോലിയും ചെയ്യാതിരുന്നാലേ പെണ്ണുമ്പിള്ള വഴക്ക് പറയെ തന്നെ ചെയ്യും. ഒന്ന് തിരിഞ്ഞ് ഒന്ന് ശക്തമായിട്ട് ശ്വാസം വിട്ടെ. വലിച്ചു വിട്. മഞ്ഞ 2. ഈ ഗുളികയെ ദിവസം കഴിച്ചാൽ മതി. പിന്നെ വാക്കിംഗ് പോകാൻ മറക്കരുത്. എല്ലാം ശരിയാവും. ശരി ഡോക്ടർ. എല്ലാം അറിയുന്ന ഡോക്ടറാണ് നിങ്ങൾ. എത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നത്. ചില ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടർമാരുണ്ട്, മരുന്ന് തന്നെ അവന്മാരെ കണ്ടുപിടിച്ചു പോലെ തെണ്ടുകൾ സംസാരിക്കുന്നത്. ശരി അവരെയൊക്കെ എന്തിനാ വഴക്ക് പറയുന്നത്? ശരി, ഇത് സമയം കഴിച്ചാൽ മതി. ദിവസം രാവിലെ നടക്കാൻ നോക്കാം. ഓക്കെ. വാശൊന്ന് കാണിച്ചേ.
എടി ബസ് വന്നു. ആ കേറ് കേറ് പെടുത്ത് കേറ്. അയ്യോ ഈശ്വര. എന്താടി ആരെങ്കിലും നിന്നെ തട്ടിയോ? അതൊന്നും അല്ലടി, എന്റെ കയ്യിൽ ചില്ലറയില്ല. 2000 നോട്ട് മാത്രമേ ഉള്ളൂ. നിന്റെ അടുത്ത് ചില്ലറയുണ്ടോ? എന്റെ ചില്ലറ ഇല്ലടി. ചില്ലറയില്ലെങ്കിൽ ഇറക്കി വിടും. ഇനിയിപ്പോ എന്താടി ചെയ്യാ? നീ വിഷമിക്കണ്ട, നോക്കാം. 2 MG റോഡ്. 2 MG റോഡ്. തിരിഞ്ഞു തന്നോ, അല്ലെങ്കിൽ കണ്ടക്ടർ വഴക്കു പറയും. എന്താടി ഇത്, ഇതുവരെ ടിക്കറ്റ് കിട്ടിയില്ലല്ലോ. കിട്ടോടി. എന്റെ അമ്മച്ചി, ഇവിടെ രാവിലെ ഈ ഓട്ടോ ഓടിക്കാണല്ലോ. നീ എന്നേക്ക് അവനെ വിട്ടേക്ക്. നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ടടി, വിട്ടേക്ക്. ഓഫീസിലെത്താൻ ലേറ്റ് ആവും. ഈവനിങ് നോക്കിക്കോളാം. ശരി വാ. എന്താ സാർ ഇത്? പേപ്പറിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. അതിന് 300 രൂപയോ? ഡോക്ടറിനോട് തർക്കുത്തരം പറയുന്നു. കാശെടുക്കേ. 3 നേരം ഗുളിക കഴിച്ചിട്ട് നന്നായിട്ട് വാക്ക് ചെയ്യാൻ നോക്ക്. പോ. നെക്സ്റ്റ്. രാവിലെ ഓരോന്ന് വന്നോളൂ. നെക്സ്റ്റ്. എടീ, നമ്മള് ബസ്സിൽ കണ്ട ആ കണ്ണനെ പോലെ തന്നെ അല്ലേ? നിനക്ക് ആരെ കണ്ടാലും സംശയം. മിണ്ടാതെ വാ. എടീ, അവനെ പോലെ തന്നെയുണ്ട്. വരൂ, ഇരിക്കേ. ആരാ പേഷ്യന്റ്? ആ ഇരിക്കേ. എന്താ സംഭവിച്ചേ? രാവിലെ ബസ്സിൽ വരുമ്പോ ഒരു തെണ്ടി. ഏ? ഏയ്, അത് ബസ്സിൽ നിന്ന് തെന്നി താഴെ വീണതാ ഡോക്ടർ. ആ, കൈ കാണിക്കേ. പേടിക്കാവുന്നില്ല. ഡ്രസ്സിങ് ചെയ്തിട്ട് ഒരു TT ഇട്ടാ മതി. ആ കൈയൊന്ന് കാണിച്ച്. ഒന്നുമില്ല. ഒരു ചെറിയ ഇരിച്ചില്ല, അത്രേ ഉള്ളൂ. എല്ലാം ശരിയാവും. കൈ ഇതുപോലെ വയ്ക്കും. കുഴപ്പമൊന്നുമില്ല, വെച്ചോളൂ. ആ, അങ്ങനെ തന്നെ. ഏറ്റ വീഴ്ചയാണെന്നാ തോന്നുന്നത്. തുടർച്ചയായിട്ട് ഒരാഴ്ച ഡ്രസ്സിങ് ചെയ്യണം, അല്ലെങ്കിൽ സെപ്റ്റിക് ആവും. ഇത് കണ്ടിട്ട് മരുന്ന് തേക്കുന്ന പോലെ തോന്നുന്നില്ലല്ലോ. കൈമുത്തത്തിൽ തേച്ചെടുക്കുന്ന പോലെ ഉണ്ടല്ലോ. നീ നന്നായിട്ട് പഠിച്ചെങ്കിലേ ഇപ്പം ഡോക്ടർ ആയനെ. അയ്യോ, ഹിപ്പ് കാണിച്ചേ. എന്ത്? സൂചിയിടാൻ വേണ്ടി, അല്ലാതെ വേറെന്ത് ചെയ്യാനാ? വേണ്ട വേണ്ട, നിങ്ങൾ കൈ തന്നെ ഇട്ടാ മതി. കയ്യിൽ പരിക്ക് പറ്റിയിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇടാന്ന് വിചാരിച്ചത്. ആ പേര് പറ. ജാൻസി. ജോൺ സി. ഏജ് 26. ഫോൺ നമ്പർ. നമ്പറോ? എന്തിന്? എന്റെ പേഷ്യൻസ് ഫോളോ അപ്പിൽ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയണം. പേഷ്യന്റ് ഫോളോ അപ്പിൽ ഉണ്ടാവില്ല, പക്ഷെ ഞാൻ ഡോക്ടറല്ലേ. ഞാൻ എപ്പോഴും ഫോളോ അപ്പിൽ തന്നെ ഉണ്ടാവും. വെരി നൈസ് ഡോക്ടർ. നോട്ട് ചെയ്തോളൂ. പറഞ്ഞോളൂ. 9424 9424 54 7366. ഓക്കെ. വാട്സപ്പ് ഉണ്ടോ? ഒരു 4-5 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഡ്രസ്സിങ് ചെയ്യേണ്ടി വരും. സോ മറക്കാതെ വരണം. നിങ്ങൾ മാത്രം വന്നാൽ മതി. നിങ്ങളുടെ ഫീസ് എത്രയാ? 5 രൂപ. 5 രൂപയോ? അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. കൃത്യമായിട്ട് 5 രൂപ ഉണ്ടല്ലോ. താങ്ക് യു. പിന്നെ മറക്കാതെ വന്നേക്കണം. ഓക്കെ. എന്താണ് ഇത്? വേറെ 5 രൂപയാണല്ലോ ഫീസ്. തലവേദന എന്ന് പറഞ്ഞു വന്നാൽ 200 രൂപ വാങ്ങുന്നവനാ. പെമ്പിള്ളറെ കണ്ടപ്പോ 5 രൂപ.